ഗിരീഷു, എനിക്ക് ലേഡീസ് ബെഡ്റൂമിൽ ചെയ്യുന്ന 4 മിസ്റ്റേക്കുകളെ പറ്റി അറിയോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ ഫേക്ക് ചെയ്യും. അതായത് അവർക്ക് എൻജോയ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗാസം കിട്ടിയെന്നൊക്കെ ഫേക്ക് ചെയ്ത് അഭിനയിക്കും. അതൊരിക്കലും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ലൈഫിന് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ചിലത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ പാർട്ണർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കുന്നു. അതും ഒരിക്കലും ആരോഗ്യകരമായ രീതിയിൽ ആ സെക്ഷൽ ലൈഫ് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലത് അവർക്ക് ഇഷ്ടമുണ്ടാവും, ചെയ്യണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടാവും, പക്ഷേ പാർട്ണർ തന്നെ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് കൺവേ ചെയ്യാതെ അവർ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിലും. അതേപോലെ തന്നെയുള്ള ഒരു മറ്റൊരു കാര്യമാണ്, ചില ആൾക്കാർ പേടിയോടുകൂടി സമീപിക്കും. അതായത് തൻ്റെ ബോഡിയുടെ സ്മെല്ല്, ബോഡിയുടെ ഷേപ്പ്, ബോഡിയുടെ ടേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ണർക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അവർ സെക്ഷൽ ലൈഫിനെ സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ടെൻഷനോടുകൂടി സമീപിക്കുമ്പോഴും അത് സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം ടെൻഷനൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് സമീപിക്കുക എന്നുള്ളതാണ്. സോ ഈ 4 കാര്യങ്ങൾ നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കൊണ്ടുപോയാൽ നല്ല അടിപൊളിയായിട്ട് സെക്ഷൽ ലൈഫും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്.